മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്രിയോട്ട് മൂവിയുടെ റിലീസിന് വേണ്ടി. യെസ്, ഈ ഒരു സിനിമയുടെ എക്സ്ക്ലൂസീവ് വിശേഷങ്ങളുമായി പ്രൊഡ്യൂസർ CR സലീമാണ് റൈറ്റ് നൗ റേഡിയോ മലയാളത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ഷോ. സോ ഇത്രയും വലിയൊരു സിനിമ അത് പ്രൊഡ്യൂസറായിട്ട് എത്താന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ കാണുന്നത്? ലോകമെമ്പാടുള്ള മലയാളികളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ 18 വർഷമായിട്ട് ലാലേട്ടൻ മമ്മൂക്ക ഒന്നിക്കുന്ന ഒരു മൂവി. നമ്മളും അതേമാതിരി ഒരു ഭയങ്കര സർപ്രൈസായിരുന്നു നമുക്ക് ഇങ്ങനൊരു മൂവിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. അതിനുശേഷം ഇങ്ങനൊരു ഓരോ ദിവസവും അതിനെക്കുറിച്ച് പ്ലാനിങ് നടക്കുമ്പോഴും അത് ആർട്ടിസ്റ്റുകൾ കൂടി വരിക. മലയാളത്തിൻ്റെ പ്രമുഖരായവരും, ആദ്യം ഇത് മമ്മൂക്കയാണ് ഉള്ളതെങ്കിലും പിന്നെ ലാലേട്ടൻ വരുന്നു, പിന്നെ ചാക്കോച്ചൻ, ഫഹദ്, നയൻതാര, അങ്ങനെ രാജീവ് മേനോൻ, ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നു. പിന്നെയാണ് ഫസ്റ്റ് ഒരു 6 മന്തിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും വലിയൊരു താരനിര തന്നെ ഇതിനകത്തേക്ക് വരുന്നത്. അത്രയും വലിയൊരു താരനിര വരുമ്പോഴാണ് ശരിക്കുമുള്ള ഒരു പാട്രിയേറ്റ് എന്നുള്ളൊരു സാധനം രൂപപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഓരോ ദിവസവും ഓരോ ആർട്ടിസ്റ്റ് കൂടുമ്പോൾ സാധാരണ ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കാം. ഇത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓരോരുത്തരും ഇതിനകത്തേക്ക് പുതുതായിട്ട് ആഡ് ആവുകയും വരികയും ചെയ്യുമ്പോഴും. അതിനുശേഷമാണ് ഇത്രയും വലിയൊരു സിനിമ ആയിട്ട് ഇത് രൂപപ്പെടുന്നത്. അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് തന്നെ വളരെയധികം ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതെ, 18 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക കോംബോ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര കാത്തിരിക്കുകയാണ് ഇത് എങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും. ബിക്കോസ് 2020 നമ്മൾ കണ്ടു ഒരു മാസ് ജോണർ ആയിരുന്നു. ആൻഡ് ഹരികൃഷ്ണൻസിലാണെങ്കിൽ അവർ ഭയങ്കര രസമായിരുന്നു, ആ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ. അപ്പൊ ഈ ഒരു പടത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു കോംബോ? അതുമായിട്ടൊന്നും യാതൊരു സാമ്യം ഇല്ലാത്ത, ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു സാധനം വരാത്ത, അല്ലെങ്കിൽ മമ്മൂക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇങ്ങനൊരു കഥ വന്നിട്ടില്ല, ഇനി വരാനില്ല, വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അതാണ് ഈ കഥയുടെ പ്രത്യേകതകൾ. കാരണം ആ ഒരു സ്ക്രിപ്റ്റ് ആ രീതിയിലാണ്. ഒരു പക്ഷേ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ആ സ്ക്രിപ്റ്റിലൂടെ വരുന്നത്. അപ്പോൾ അത് മഹേഷ് നാരായണൻ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല കൺട്രീസിലുമായിരുന്നു അതിൻ്റെ ഷൂട്ട് കാര്യങ്ങൾ. നമുക്ക് അൺബിലീവബിളാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടായിട്ടില്ല. ഇനി കഴിഞ്ഞ അടുത്തൊരു 5 വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സിനിമ ഉണ്ടാവുകയില്ല. കാരണം ആ സിനിമയുടെ വിവിധ ഭാഗങ്ങൾ ഷൂട്ട് മുതലേ ഇപ്പോഴത്തെ ആഫ്റ്റർ ഷൂട്ടിന് ശേഷം റിലീസിങ്ങിന് മുമ്പായിട്ടുള്ള ഭാഗങ്ങളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സിനിമയുടെ പേര്, അതായത് ഓൾറെഡി കേട്ടിട്ടുണ്ട്, മുമ്പെന്തോ എന്നോ അങ്ങനെ എന്തോ പേരാണ് ഇട്ടിരുന്നത്. പിന്നെ പാട്രിയോട്ട് എന്ന് പറയുന്ന പേരിലേക്ക് എങ്ങനെ എത്തുന്നത്? ഈ പാട്രിയോട്ട് എന്നുള്ള അതിൻ്റെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, പല ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാട്രിയോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ലാൽ സാറുമായിട്ട് പലപ്പോഴും മഹേഷ് നാരായണൻ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ പാട്രിയോട്ട് എന്നുള്ളൊരു പേര് 1-2 തവണ ലാൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വേദിയിൽ ഏതൊരു ചാനലിലാണെന്ന് തോന്നുന്നു ലാൽ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലാലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ മൂവി എന്ന് പറഞ്ഞപ്പോൾ പാട്രിയറ്റ് എന്ന് പറഞ്ഞ് അതോടുകൂടി ആ പാട്രിയറ്റ് കൺഫേം ആയി, പേരങ്ങോട്ട് ലോക്ക് ചെയ്തു. പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. അതും ലാൽ സാറിൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഒരു പേര് പറഞ്ഞു, ഇനിയൊരു മാറ്റം വേണ്ട ആ പേരിന്, പാട്രിയറ്റ്. അതോട് കൺഫേം. അതിന് മുമ്പ് 2-3 പേരുണ്ടായിരുന്നു. ഒരു ടീസറോ കാര്യങ്ങളോ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേരിൽ നമുക്കൊരു കൺഫർമേഷൻ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ തീരുമാനിച്ചു ഇത് മതിയെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാർ കാസ്റ്റിന്റെ ഇടയിൽ നമ്മൾ എടുത്തു പറയേണ്ട പേരും കൂടിയാണ് CR സലീം. കാരണം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അഭിനയം മാത്രമല്ല, ഈ സിനിമയിലെ ഒരു ഭാഗം നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഞാൻ സിനിമയിലേക്ക് വരുന്നത് സിനിമ എന്നുള്ളൊരു വ്യവസായം കൊണ്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ല. സിനിമയിൽ നമ്മൾക്ക് സിനിമയിലുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഇവരുടെയൊക്കെ ഭയങ്കര ആരാധകരായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ പ്രൊഡ്യൂസിങ്ങിലേക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. വന്നതിന് ശേഷമാണ് നമുക്ക് ആ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതിനകത്ത് അഭിനയിക്കുന്നതും ചെറിയൊരു പാർട്ട് ചെയ്യണതും ഇതിനകത്ത് പ്രൊഡ്യൂസർ ആവണതും ഒക്കെ അതിന് ശേഷമായിട്ടുണ്ടായ കാര്യങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു ആ സീക്വൻസിനെ പറ്റി പറയാൻ പറ്റുമോ ഈ ഒരു മൂവിയിൽ? അതെ, എൻ്റെ സീക്വൻസാണ്. എൻ്റെ സീക്വൻസ് വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും സീക്വൻസ് ഉണ്ട്. അത് ഭയങ്കര സർപ്രൈസാണ് എനിക്ക്. കാരണം ഞാൻ ഇത്രയും വലിയൊരു കോംബോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മളൊരു പടത്തിലൊരു വേഷം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വേഷം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴാണ് ആ വേഷത്തിൽ ഇങ്ങനെ ഒരു കോംബോ വരുന്നത് നോക്കുമ്പോൾ
മമ്മൂക്കായും ലാലേട്ടനും ഫഹദും ചാക്കോച്ചനെയൊക്കെ ഉള്ള ഒരു കോമ്പോയിലേക്കാണ് നമ്മൾ ഇറങ്ങി ഓ ചെല്ലുന്നത്. അടിപൊളി. അപ്പൊ നമ്മൾ പറയില്ലേ, ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എൻ്റെ ആഗ്രഹം. അത് ശരി, അത് ശരി. അപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് നെർവസ് ആയിരുന്നോ അതോ കൂളായിരുന്നോ, എക്സൈറ്റ്മെന്റ് ആയിരുന്നോ ഈ ഷൂട്ട് ഡേയ്സിലൊക്കെ? അതല്ല, നമ്മൾ അവരെ ഷൂട്ടിൽ നമ്മളവരെ നോർമലി നമ്മൾ അവരെ കാണുമ്പോൾ അവർക്കൊക്കെ വേറൊരു മുഖവും, അവർ നമ്മളോട് ഒരു ഫ്രണ്ട്ലിയാണ് സംസാരിക്കുക. അവരെല്ലാം ഒരു ആർട്ടിസ്റ്റ് അവരുടെ റോളുകളിലേക്ക് എത്തുമ്പോൾ എൻ്റെ എല്ലാം അവരെല്ലാം ചേഞ്ച് ആവും. അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് കണ്ടപ്പോൾ വല്ലാത്തൊരു ഒരു ഒരു ഭയമായിരുന്നു. ഇത് എങ്ങോട്ടേക്ക് ചെല്ലാൻ പോകുന്നു, ആരുടെ മുമ്പിലേക്ക് ചെല്ലേണ്ടത്, ഫേസ് ടു ഫേസ് അവരുമായിട്ട് സംസാരിക്കേണ്ട ഒരു രീതിയിലേക്കാണല്ലോ ചെല്ലുന്നത്. ലാലേട്ടനൊക്കെ ആ ഫുൾ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ നിൽക്കണ കണ്ടാൽ എന്തോ ഒരു വല്ലാത്തൊരു സംഭവമാണ്. എന്താ പറയില്ലേ, ഭയങ്കര തലയടിപ്പെന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കാണുമ്പോൾ ആ കോസ്റ്റ്യൂമിൽ കാണുമ്പോൾ നമ്മളും ഫ്രണ്ട്ലി ഫേസ് ടു ഫേസ് ചെല്ലുമ്പോൾ തൊട്ടിപ്പുറത്ത് മമ്മൂക്ക നിൽക്കുന്നു, ചേർന്ന് തന്നെ ചാക്കോച്ചൻ നിൽക്കുന്നു. എന്താ പറയുക, ആദ്യം കിളി പോയെന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. ഓക്കെ, അപ്പം എന്താണെങ്കിലും നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്രിയോട്ട് മൂവി തിയേറ്റേഴ്സിൽ വരുമ്പം ആ ഒരു സീൻ കാണാൻ വേണ്ടി നമ്മൾ ഇപ്പം തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കുറേ ഫാൻ ഷോസ് ആണെങ്കിലും ഈവൻ റേഡിയോയുടെ തന്നെ എക്സ്ക്ലൂസീവ് ഷോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു റിലീസിൻ്റെ അടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ? റിലീസ് നടക്കുമ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പിന്നെ അതിനുള്ള പല ഭാഗങ്ങളും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞു. പിന്നെ OTT പ്ലാറ്റ്ഫോമിൽ കുറേ OTT പ്ലാറ്റ്ഫോമുകാർ ഈ സിനിമ കണ്ടു ലാസ്റ്റ് മൊമെൻറ്റിൽ. അങ്ങനെ അവരുടെ ഇടയിൽ നമ്മൾക്കിത് ആർക്ക് കൊടുക്കണമെന്നായിപ്പോയി. കാരണം എല്ലാവരും സിനിമ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ സിനിമയോട് താല്പര്യമില്ല എന്ന് പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും ഈ സിനിമ ബൈ ചെയ്യണം എന്നുള്ള രീതി തന്നെയായിരുന്നു. അപ്പം നമ്മളും സിനിമ കണ്ടപ്പോൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ കാണുന്നത് മമ്മൂക്കയുടെയും ചാക്കോച്ചനും ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ കുറച്ച് ഡബ്ബിങ് മമ്മൂക്കയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ലാൽ മീഡിയയിൽ ഞങ്ങൾ 3 പേരും ഇരുന്നിട്ടാണ് കാണുന്നത്. ആ ഫസ്റ്റ് ഹാഫിൻ്റെ ആ സീക്വൻസ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആ സീൻ കാണുന്നതിനപ്പുറം മമ്മൂക്കയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇദ്ദേഹമാണോ ആ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് കാണുന്ന അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അപ്പോഴും ഞാൻ മമ്മൂക്കാനെ നോക്കിയിരിക്കും, മമ്മൂക്ക ചെറിയ കുട്ടികളിരുന്ന് സിനിമ കാണുന്ന പോലെ, അല്ലെങ്കിൽ മമ്മൂക്ക അല്ല അത് കണ്ടത്, ആരുടെയോ പടം മമ്മൂക്ക കാണുന്നത് പോലെ ഭയങ്കര ഒരു സർപ്രൈസോട് കൂടി ഇങ്ങനെ നോക്കിയിരുന്ന് കാണുന്ന മമ്മൂക്കാനെ ഞാൻ കാണുന്നത്. നൈസ് നൈസ് നൈസ്. ആൻഡ് മലയാളത്തിൽ വലിയൊരു ബിഗ് ബഡ്ജറ്റ്, അതായത് 143 crore വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഒരു ചലഞ്ചിങ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഇത് എൻ്റെ ഹൈലൈറ്റ് അത് പറയാനുള്ളത്, ആൻഡ്രൂ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിലാണ് ഈ പടം വരുന്നത്. ആൻഡ്രൂ ജോസഫിൻ്റെ ഒരു പാർട്ട്ണറാണ് ഞാൻ എൻ്റെ ഭാസ്കർ ദറാസ്കൽ മുതൽ ആൻഡ്രൂ ജോസഫിൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും ഒരു പാർട്ട്ണറാണ്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു പാട്രിയോട്ട് എന്നുള്ള പേരൊന്നുമല്ല, ഇങ്ങനെ ഒരു മഹേഷ് നാരായണൻ എന്ന് പറയുമ്പോൾ ടേക്ക് ഓഫ് മാലിക് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് വരുന്നത്. അതിനുശേഷമാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ആർട്ടിസ്റ്റ് വരുന്നു, കൂടുന്നു, പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സിനിമയായിട്ട് മാറുകയാണത്. ഫസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ ഒരു സിനിമ ഒരിക്കലും മലയാളത്തിന് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് ഇങ്ങനെ ഒരു കാര്യങ്ങൾ. കാരണം ഒരു കാരണവശാലും കണക്റ്റഡ് ആവില്ല. അതെ അതെ, ഞാനത് ചോദിക്കാൻ വരായിരുന്നു, ഡേറ്റ്സ് ക്ലാഷ് ഒക്കെ വന്നു, ഒരു കാരണവശാലും കണക്റ്റഡ്. പക്ഷേ ഇത് ആക്സിഡൻ്റലി എല്ലാവരും കണക്റ്റഡ് ആവുകയും അങ്ങനെ ഒരു സിനിമ രൂപപ്പെടുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും. ഇനി ഈ സിനിമയുടെ പ്രൊമോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ പ്രൊമോഷൻസ് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്തൊരു പാറ്റേണിലുള്ള ഒരു സംഭവം. ആരായിരുന്നു അതിൻ്റെ അതിൻ്റെ പ്രൊമോ അങ്ങനെ വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ, ഒരുപാട് പേര്, 3-4 പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ വരികയാണെങ്കിൽ അതിനൊരു മെയിനായിട്ടൊരു ഹീറോ ആയിരിക്കും. അപ്പോൾ ആ ഹീറോയിനായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ ആ ഹീറോയുടെ കൂടെ അഭിനയിച്ച കുറച്ച് ആളുകളുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഒരു 3-4 ഹീറോ ആണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയൊരു ടേബിളിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രൊമോ ആണ്. അത് അങ്ങനെ ഒരു കുറേ ദിവസങ്ങളായി അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ മിസ്റ്റർ ആൻഡ്രൂ ജോസഫ് ഉണ്ടായിരുന്നു, പിഷാരടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഇങ്ങനെ പിന്നെ നമ്മുടെ പ്രകാശ് വർമ്മ അദ്ദേഹത്തിനെ കൊണ്ടുവരാമെന്നും അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഒരു ടേബിളിൽ ഇരുന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ. കാരണം ഇപ്പോൾ എല്ലാവരും സഹപ്രവർത്തകരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞ് ഓക്കെ. ഇത് വലിയൊരു രസമായിരുന്നു. അതിന് ഒരുപാട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു പ്രൊമോഷനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നീടും വരുന്ന പ്രൊമോഷനുകളിലൊക്കെ ഒരു ഗ്രൂപ്പായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. റൈറ്റ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് മമ്മൂക്കയുടെ ഒരു പേഴ്സണൽ കംബാക്ക് നമ്മൾ കണ്ടിട്ടുള്ളതും എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ സെറ്റിലായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്, ഇപ്പോൾ അസുഖം ആർക്കും വരാം, പക്ഷെ അതിൽ നിന്നൊരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് മമ്മൂക്ക എന്നുള്ളത്. അപ്പോൾ അത് നേരിട്ട് കണ്ട ഒരു മൂവി സെറ്റും കൂടിയല്ലേ ഇത്? അത് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, എനിക്ക് കൊച്ചു കുട്ടികൾക്ക് ടോയ്സ് കിട്ടുന്ന പോലെയാണ് പുതിയ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിനകത്തെ സീക്വൻസ്, അതിനകത്തെ ഞാൻ എൻ്റെ കഥാപാത്രം എന്നൊക്കെ പറയുന്നത് ഞാൻ അതേപോലെ അത്ര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരുന്ന് ചെയ്യുന്നൊരു സാധനമാണ്. മമ്മൂക്ക ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയതിനു ശേഷം ഞങ്ങൾ പ്രൊഡ്യൂസർമാർ ആൻഡോ ഒക്കെ ആയിട്ട് ഡിസ്കഷൻ ചെയ്യുമ്പോൾ ആൻഡോ പലപ്പോഴും മമ്മൂക്കയുടെ വീട്ടിൽ പോയും ചെന്നൈയിൽ പോയും കാണുകയും അവിടെ നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യും. ആൻഡോ അടുത്ത് ഞാൻ ചോദിക്കും എന്താണ് മമ്മൂക്കയുടെ വിശേഷങ്ങൾ, റീസെൻ്റ്ലി എന്താണ് കാര്യം. മമ്മൂക്ക നമ്മൾ വിചാരിച്ചതിൽ അപ്പുറമായിട്ട് തിരിച്ചു വരും. അപ്പം ഞാൻ പറയും നിങ്ങൾ ശരിക്കും പറയാനാണോ, ഒന്നുമില്ലാലും അപ്പുറം. പക്ഷെ ആൻഡോ പറഞ്ഞതിനേക്കാൾ 2 മടങ്ങ് കൂടുതലായിട്ട് തന്നെയാണ് മമ്മൂക്കയുടെ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നൊരു മമ്മൂക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് പുള്ളിയുടെ സീൻസ് കഴിഞ്ഞിരുന്ന് അതിന് പുള്ളി വേറൊരു പടത്തിൽ അഭിനയിക്കാൻ പോയി തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുന്നു, അങ്ങനെയാണ് തോന്നിയത്. കാരണം അത്രയ്ക്ക് ആക്റ്റീവായിട്ടാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. പുള്ളിക്കുണ്ടായ ഒരു പ്രശ്നങ്ങളും നമുക്ക് പുള്ളിയുടെ ബ്രേക്കിന് ശേഷം ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങളും നമുക്കൊരിക്കലും നമുക്കവിടെ മുഖത്തോ സംസാരത്തിലോ അല്ലെങ്കിൽ ആ ബോഡി ലാംഗ്വേജിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഇതിന് പ്രൊമോഷനിൽ ചോദിക്കണ മാതിരി ചോദിക്കട്ടെ, മഹേഷ് നാരായണൻ ശരിക്കും ഫൈനൽ കട്ട് കാണിച്ചോ? മഹേഷ് നാരായണൻ സാധാരണ സിനിമകളുടെ ഫൈനൽ കട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല. പക്ഷേ ഈ സിനിമ റിലീസാവുന്നതോടുകൂടി ഇന്ത്യൻ സിനിമയിൽ മഹേഷ് നാരായണന്റെ ഗ്രാഫ് മാറും. ഇന്ത്യൻ സിനിമ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ട, അവർ ഓൾറെഡി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ മഹേഷ് നാരായണനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സിനിമ തന്നെയല്ല, മഹേഷ് നാരായണൻ പുറത്തേക്കും അറിയപ്പെടുന്ന ഒരു ഡയറക്ടറായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റൈറ്റ്. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് നമ്മൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത ആൾക്കാരായതുകൊണ്ട്, അതായത് ലാലേട്ടൻ്റെ മമ്മൂക്കേൻ്റെയും കൂടെ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫുഡ് ഡിസ്കഷൻസിൽ വന്നിട്ടുണ്ടോ? ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ ഇവർ നോർമലി ലൊക്കേഷനിലുള്ള ഫുഡാണ് കഴിക്കാറ്. ഇപ്പോൾ ലൊക്കേഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടം ലൊക്കേഷനിലെ ഫുഡാണ്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും, എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, വളരെ ടേസ്റ്റി ഫുഡായിരിക്കും. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഇവരും അങ്ങനെയുള്ള ഫുഡ്, ലൊക്കേഷനിലെ ഫുഡാണ് കഴിക്കാറ്. ഒരു കാരണവശാലും പുറത്തുനിന്ന് ഫുഡ് വരുന്നതോ മറ്റുള്ള കാര്യങ്ങളോ കണ്ടിട്ടില്ല. പക്ഷേ 99% അവർ ഈ ലൊക്കേഷനിലെ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. റൈറ്റ്. അപ്പോൾ എന്താണെങ്കിലും പാട്രിയോട്ട് മൂവിക്ക് എല്ലാവിധ ആശംസകളും. ഒരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ. ഇനി ഒരുപാട് സിനിമകളിൽ ഒരു ആക്ടറായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ബിക്കോസ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള സൈഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിൽ കുറേ അധികം പടങ്ങൾ വരട്ടെ എന്നുള്ളത് തന്നെയാണ് വിഷയം. നമ്മളുടെ ഇപ്പോൾ ഈ ഒരു പടം കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത പടം വരുന്നത് മട്ടാഞ്ചേരി മാഫിയാണ്. അങ്ങനെ ഒരു പടത്തിൽ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്തു, അതിൻ്റെ സിഗ്നേച്ചർ എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത് വരാൻ പോണതും എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക അതിനകത്തുണ്ട്, ആസിഫ് അലി ഉണ്ട്, നെസ്ലിനുണ്ട്. അങ്ങനെ ഒരു വലിയൊരു കോംബോ ഉള്ള വീണ്ടും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അടുത്ത് വരാൻ പോണത്. ആസ് എ പ്രൊഡ്യൂസർ, ആസ് എൻ ആക്ടർ, ഏത് റോളിലാണ് വരുന്നത്? രണ്ടിലുണ്ടോ? അടിപൊളി, നൈസ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.